ഡൽഹിയിൽ നിന്നുള്ള വാർത്തകളാണ് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവർക്ക് ഏറ്റവും താല്പര്യമുള്ളത്. കാരണം ദേശീയ വാർത്തകൾ മറ്റു മാധ്യമങ്ങളൊന്നും ഈ രീതിയിൽ കൈകാര്യം ചെയ്യാറില്ല. അതിനാൽ ജനം ടി വിയുടെ പ്രേക്ഷകർ ഏറ്റവും നോക്കി നിൽക്കുന്നത് രാജ്യതലസ്ഥാനത്ത് എന്ത് സംഭവിക്കുന്നു, പ്രത്യേകിച്ച് മോദിജിയൊക്കെ അവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇനിയും നേഷൻ ഫസ്റ്റ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ദേശീയ തലത്തിലെ വാർത്തകൾ, ദേശീയ തലത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ എന്നിവ കോർത്തിണക്കിക്കൊണ്ട് എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമ്മൾ ജനം ടി വി പ്രേക്ഷകർക്ക്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപാകെ എത്തിക്കുന്ന സെഗ്മെന്റാണ് നേഷൻ ഫസ്റ്റ്. അപ്പോൾ ഇന്ന് ഒട്ടനവധി പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ദേശീയ തലത്തിൽ നടക്കാനിടയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന സംഭവങ്ങളിൽ ശക്തമായ ചില പ്രതികരണങ്ങൾ ഒക്കെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിൽ കോൺഗ്രസ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ നമ്മൾ കണ്ടതാണ് ലീഗിന്റെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കുമെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ലീഗിന്റെ പ്രകടനം നടക്കുകയുണ്ടായത്. സുകുമാരൻ നായരോടും വെള്ളാപ്പള്ളി നടേശനോടും ഒക്കെ വിയോജിപ്പുള്ള ആളുകൾ ധാരാളം നമുക്കിടയിലുണ്ടാകും, നമ്മുടെ പ്രേക്ഷകർക്കിടയിലുണ്ടാകും. പക്ഷേ ഒരു പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനകളിലെ നേതാക്കൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഇവിടുത്തെ നിയമങ്ങൾ ലീഗ് തീരുമാനിക്കുമെന്നും അതിനനുസരിച്ച് വേണമെങ്കിൽ നീയൊക്കെ ജീവിക്കണമെന്നും ഈ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും ഉദ്ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്നത്, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കേവലം ആ രണ്ടാളുകൾക്ക് മാത്രമല്ല, നേരെ മറിച്ച് കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹത്തിനും നേരെയാണ് മുസ്ലിം ലീഗ് ആ മുദ്രാവാക്യം വിളിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇപ്പോൾ രാജ്യവ്യാപകമായി മുസ്ലിം ലീഗിന്റെ ആ മുദ്രാവാക്യം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ അതിശക്തമായ പ്രതിഷേധവുമായി ആ വിഷയത്തിൽ വിശ്വഹിന്ദു പരിഷത്ത് കൂടി രംഗത്ത് വരികയാണ്. ആദി ശങ്കരാചാര്യരുടെ പവിത്ര ഭൂമി കമ്മ്യൂണിസത്തിൽ നിന്നും കമ്മ്യൂണലിസത്തിലേക്ക് മാറി എന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ദേശീയ വക്താവ് വിനോദ് ബൻസാൽ പറയുന്നത്. കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പാവയായി മാറിയെന്നും ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള കോൺഗ്രസിനെ മുസ്ലിം ലീഗ് നിയന്ത്രിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിന്റെ റിമോട്ട് കൺട്രോൾ മതമൗലികവാദികൾക്ക് ലഭിച്ചു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. Actually, the thing is that the pious land of Adi Shankaracharya, which was up to this time was in the hands of communists, now we fear that it is going to be converted and going into the hands of communist, from communist to communist, because the state which were ruled by the Communist Party is now heading to be ruled by AUML in the name of Congress, and the Congress has become the puppet of the AUML. The way they could not decide their chief minister, the decade-old National Party has become so in a marginalized position that their chief minister is being decided by the AUML. We know the credential of the AUML. We know whatever role they have played during the elections and after that also. The way they flagged their green color, the fundamental flags, not only the AUML but Jamaat-e-Islami and the PFI are all get together. Their core and common agenda is to crush and demean the Hindutva and Sanatan Dharma of the state. The way we fear that whenever the new chief minister will come into the power, he will be remote controlled by those all fundamental elements. The people of Kerala will definitely do not allow to do that.
but it is not in the interest of the Congress also to be superpowered by all those fundamental parties. They should also get aware of the situation what is being played over there. The pious land of the Adi Shankaracharya and many the glorious saints and Mahatmas is going in the hands of these are all anti-national and fundamentalists, which the Hindu community will do not allow, never allow such type of elements. We are just waiting and watching what will happen, but people of Kerala has to be very much kept aware of all those situations. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഈ രീതിയിലുള്ള ഹിന്ദു സമുദായ സംഘടനകൾക്കും ഹിന്ദു ജനസമൂഹത്തിനും നേർക്കുള്ള വെല്ലുവിളിക്കെതിരെ, പരസ്യമായ വെല്ലുവിളിയാണത്, അതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം അരങ്ങേറുകയാണ്. നെഹ്റുവാണ് ഈ മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് ഒരിക്കൽ വിളിക്കുകയുണ്ടായത്. ആ ചത്ത കുതിരയെ പറപ്പിച്ചത് പിന്നീട് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. ഒന്നോർക്കണം, BJP ഒരു സ്ഥലത്ത് അധികാരത്തിൽ വരികയും അവിടുത്തെ ഹിന്ദു വിഭാഗം അവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ കൊലവിളി മുദ്രാവാക്യം മുഴക്കുകയും ചെയ്താൽ ആ രാജ്യത്തെ സമാധാനം എങ്ങോട്ട് പോകും? ആ സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം ഏത് രീതിയിലായിരിക്കും? ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ തരത്തിലും സുകുമാരൻ നായരോടും വെള്ളാപ്പള്ളി നടേശനോടും ഒക്കെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള നൂറുകണക്കിന് പേർ നമ്മുടെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ ലീഗിന്റെ തൊടുപുഴയിലൊക്കെ നടന്ന ആ മുദ്രാവാക്യം വിളി കേരളത്തിന്റെ മതേതര മനസ്സിന് നേരെയുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ സാധിക്കൂ. രാജ്യവ്യാപക പ്രതിഷേധം മുസ്ലിം ലീഗിനെതിരെ ഉയരുകയാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതായത് പെട്രോൾ ഡീസൽ വില ഇന്നലെ 3 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങൾ വന്നു കണ്ടു. ഒപ്പം തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം അധികാരമേറ്റെടുത്ത TVKയുടെ നേതാവ് വിജയുടെ ഭാഗത്തു നിന്നും ഈ നിമിഷം പെട്രോൾ ഡീസൽ വില വർധനവ് പിൻവലിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു കണ്ടു. വിജയൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയാണ്, സിനിമയിലെ ഡയലോഗ് കൺവേ ചെയ്യുന്നത് പോലെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ച് നോക്കുന്നത്. എന്തായാലും അത്തരം പ്രതികരണങ്ങളൊക്കെ തന്നെ ധാരാളം വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ കൃത്യമായി ഓർക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഇന്ധനവില 3 രൂപ കൂട്ടേണ്ടി വന്നത്? ഒപ്പം ഈ രാജ്യത്ത് ഇന്ത്യയിൽ മാത്രമാണോ ഈ ലോകം മുഴുവൻ എടുത്താൽ ഏറ്റവും അധികം ഈ ഇന്ധന വില വർധനവ് നടപ്പാക്കിയിട്ടുള്ളത്? അങ്ങനെ ഒരു ചെറിയ കണക്കുണ്ട്. നമുക്ക് ആ കണക്കിലേക്കൊന്ന് പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റുവട്ടമുള്ള രാജ്യങ്ങളെ ഒന്ന് നോക്കാം. ഇപ്പോൾ ശ്രീലങ്കയിലെ കാര്യമെടുത്താൽ പെട്രോളിന്റെ വില 38% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഡീസലിന്റെ വില 41% വർദ്ധിപ്പിച്ചിരിക്കുന്നു. നേപ്പാളിലും 38% പെട്രോൾ വില വർദ്ധിപ്പിച്ചത്. 58% ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചത്. പാകിസ്ഥാനിൽ 54% പെട്രോൾ വില വർദ്ധിപ്പിച്ചത്. ഡീസലിന്റെ വില 44% വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ സ്ഥലവും, ഇപ്പോൾ ബംഗ്ലാദേശ് എടുത്തു നോക്കിയാൽ 16% പെട്രോൾ വില വർദ്ധിപ്പിച്ചത്. 15% അവിടെ ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇനി വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിൽ പെട്രോൾ ഡീസലിന്റെ നിരക്ക് ഒന്ന് പറയാം. 44% അമേരിക്കയിൽ പെട്രോൾ വില വർദ്ധിപ്പിച്ചത്. അതോടൊപ്പം ഡീസൽ 48% ഡീസൽ വില വർദ്ധിക്കുകയുണ്ടായത്. സൗദി അറേബ്യയിൽ ഈ പെട്രോൾ ഇന്ധനം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദക രാജ്യമായ സൗദി അറേബ്യയിൽ മാത്രമാണ് ഈ വർധനവ് ഇല്ലാത്തതുള്ളത്. ജർമ്മനിയിൽ 13% പെട്രോളും 19% ഡീസലിനും ഉണ്ട്. UK-യിൽ 19% പെട്രോളും 34% ഡീസലിനും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തെയും, ചൈനയിലെ തൊട്ടടുത്ത മധുര മനോഹര മനോജ്ഞ ചൈനയിലെ അവസ്ഥ കൂടി ഒന്ന് നോക്കാം. 21% പെട്രോളിനും അതോടൊപ്പം തന്നെ 23% ഡീസലിനും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇനി രാഹുൽ ഗാന്ധി ഒക്കെ തന്നെ, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ രംഗത്ത് വരുമ്പോൾ ഒരു കാര്യം ചേർത്ത് പറയേണ്ടത്, ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെയൊക്കെ സ്വന്തം സ്ഥലമായ ഇറ്റലിയിൽ 15% പെട്രോളിന് വില വർദ്ധിപ്പിച്ചത്. ഡീസലിന് വർദ്ധിപ്പിച്ചത് 19%. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു താല്പര്യം കാണും, ഇന്ത്യയിൽ അത് എത്രയാണ് എന്നറിയാൻ. ഇന്ത്യയിൽ പെട്രോളിന് 3%, അതോടൊപ്പം ഡീസലിനും 3%
ഈ കടുത്ത പ്രതിസന്ധിക്കിടയിലും വർദ്ധിപ്പിക്കുകയുണ്ടായത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാം മറ്റ് പോംവഴികൾ ഈ പശ്ചാത്തലത്തിൽ, ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ രാജ്യത്തിന് ഇന്ധന വിലയിൽ മാറ്റം വരുത്തേണ്ടി വന്നത് എന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാം. രാജ്യം അത് സഹകരിച്ചേ തീരൂ. നമ്മുടെ യാത്രകൾ, പെട്രോൾ ഡീസൽ ഉപയോഗം അതൊന്ന് വെട്ടിക്കുറച്ചേ തീരൂ. ഗോൾഡിന്റെ ഉപയോഗം വെട്ടിക്കുറച്ചേ തീരൂ. മറ്റു പോംവഴികളില്ല. സുപ്രീം കോടതി പോലും ജഡ്ജിമാർക്ക് കാർപൂൾ സംവിധാനം ഏർപ്പെടുത്തി. അതോടൊപ്പം ഓൺലൈൻ വിചാരണയടക്കം ഏർപ്പെടുത്തുകയാണ് നിലവിൽ ഇപ്പോൾ. അതായത് എല്ലാവരും സഹകരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം CNN ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവർ പറഞ്ഞത് വിദേശയാത്ര നടത്തുന്നതിന് സർചാർജ് ഏർപ്പെടുത്താൻ പോകുന്നു ഈ രാജ്യം, കേന്ദ്ര സർക്കാർ എന്നൊരു വാർത്ത അവരടിക്കുകയുണ്ടായി. സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിനെതിരെ രംഗത്ത് വരേണ്ടി വന്നു എക്സ് പോസ്റ്റിലൂടെ. സത്യത്തിന്റെ കണിക പോലും ഇല്ലാത്തത് വാർത്ത എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഏറ്റവും ഒടുവിൽ മാപ്പ് പറഞ്ഞ് ഈ CNN ആ വാർത്ത പിൻവലിക്കേണ്ടി വന്നു എന്നതും നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ടു. ഈ മാധ്യമങ്ങളൊക്കെ ഈ രാജ്യത്ത് അസ്വസ്ഥത പരത്താൻ, ഈ രാജ്യത്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പരത്താൻ വേണ്ടി ഈ ഘട്ടത്തിലും ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇവരെ മാധ്യമങ്ങൾ എന്ന് തന്നെയാണോ വിളിക്കേണ്ടത് എന്നോർക്കണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് തന്നെ അത് വിശദീകരിക്കേണ്ടി വന്നു. അപ്പോൾ മാപ്പും പറഞ്ഞ് തടിയൂരുകയാണ് CNN പോലെയൊരു സ്ഥാപനം ചെയ്തത്. എത്ര ഉത്തരവാദിത്തമാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളത്. കേരളത്തിലെ പല മാധ്യമങ്ങളും ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ നിമിഷം വരെ ഒരു മാപ്പ് പോലും പറയാൻ അവർ തയ്യാറായിട്ടില്ല എന്നുകൂടി ഓർക്കണം. ഇനി മറ്റൊരു വാർത്തയുമായി നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നാടകീയ നീക്കങ്ങൾ നടക്കുന്നതിനിടെ കോൺഗ്രസും TVK, വിജയുടെ TVKയും തമ്മിൽ അകലാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കോൺഗ്രസിന്റെ 5 പേരുടെ പിന്തുണ, മറ്റു കുറച്ചധികം പേരുടെ പിന്തുണയോടുകൂടിയാണ് വിജയ് അയാളുടെ സഖ്യം രൂപീകരിച്ചത് എങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് വിജയുടെ TVKക്ക് പിന്തുണയുമായി ഒരു വിഭാഗം അണ്ണാ DMK MLA-മാർ വന്നത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അവരുടെ ബാർഗൈനിങ് പവർ കുറഞ്ഞതിൽ അസ്വസ്ഥരാണ് കോൺഗ്രസ് നേതാക്കൾ. കാർത്തി ചിദംബരം ഇപ്പോൾ അതിൽ മുന്നറിയിപ്പുമായി വരുന്നു. ഈ TVK MLA-മാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കമുണ്ടാക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അണ്ണാ DMK MLA-മാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ നീക്കം നടക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് കാർത്തി ചിദംബരം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ പുത്തരിയിൽ കല്ലുകടി ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 5 സീറ്റുമായി വിലപേശാം എന്ന് കരുതിയ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി അവിടെ പോയി ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് വിജയ്ക്കൊപ്പം. അപ്പോൾ പതിയെ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ TVK മന്ത്രിസഭയിൽ TVKക്കൊപ്പം വലിയ സ്വാധീനമില്ലാത്ത വിധം അവർ അപ്രസക്തമാവുകയാണോ എന്നുള്ളതും കാത്തിരുന്ന് കാണാം. അങ്ങോട്ട് പോയി DMKയെ പിന്നിൽ നിന്നും കുത്തി അങ്ങോട്ട് പോയി TVKക്ക് പിന്തുണ കൊടുത്തതാണ്. ഇപ്പോൾ അണ്ണാ DMKയുടെ MLA-മാർ വന്നതോടെ TVKക്ക് കോൺഗ്രസിനെ വേണ്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അത് കോൺഗ്രസിനും അറിയാം. അവിടെ രണ്ടുപേരും അടിച്ചു പിരിയാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസ് തമിഴ്നാട്ടിലും ഒന്നുമല്ലാതാകാൻ പോവുകയാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ആ വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിൽ എത്തും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുറച്ച് ദിവസങ്ങളായി ഉള്ളത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. നീറ്റ് പരീക്ഷയിൽ നമുക്കറിയാം 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന രീതിയിലാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. അതിൽ ഒരു തരത്തിലുള്ള ന്യായീകരണത്തിനും കേന്ദ്ര സർക്കാരിനോ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനോ സാധിക്കുകയില്ല. അവർ കൊഴിഞ്ഞു മാറാനും സാധിക്കുകയില്ല. കാരണം നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയുടെ കാര്യം കൂടിയാണ്. അപ്പോൾ നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആ വിഷയത്തിൽ ഇടപെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം ശക്തമായ നടപടിയുമായി CBI മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അനുസരിച്ച് അതിന്റെ ഒരു കിങ് പിൻ അറസ്റ്റിലായിട്ടുണ്ട് കഴിഞ്ഞ രാത്രി എന്നുള്ളതാണ്. അതിന്റെ മുഖ്യ സൂത്രധാരൻ ലത്തൂർ ദയാനന്ദ സയൻസ് കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറായ PV കുൽക്കർണി പിടിയിലായിട്ടുണ്ട് എന്നാണ്. ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കാനായി നിയോഗിച്ച സമിതിയിൽ ഇയാളും അംഗമായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതോടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവരാണിത് നടത്തുന്നത്. അതിനുള്ളിൽ തന്നെ ചില കള്ളനാണയങ്ങൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരും വൈകാതെ പുറത്തേക്ക് വരും എന്നും നമുക്ക് ഉറപ്പിക്കാം.
എന്തായാലും വീണ്ടും പരീക്ഷയുടെ ഡേറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ ഇടപെട്ടോ അവരെല്ലാം തന്നെ പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയത് ആരായാലും, അത് BJP-കാരനായാലും മറ്റേത് പാർട്ടിക്കാരനായാലും ഇരുമ്പഴി എണ്ണണം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയോടുകൂടി നമുക്ക് നമ്മുടെ ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് നേരമാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയവും. അഭിഷേക് ബാനർജി, ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അഭിഷേക് ബാനർജിക്കെതിരെ, മമതാ ബാനർജിയുടെ അനന്തരവനെതിരെ ബംഗാളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ബംഗാൾ പോലീസ് എന്നുള്ളതാണ്. അതിന് കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇടെ പാവപ്പെട്ട ജനങ്ങളെ, അവിടുത്തെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഭയപ്പെടുത്തുന്ന തരത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ കേസിന് കാര്യം. അഭിഷേക് ബാനർജി തീഹാർ ജയിലിന്റെ വാഗ്ദാനമാണ് എന്ന് അവിടെ BJP ജയിച്ചപ്പോഴേ അവിടുത്തെ ആളുകൾക്ക് വളരെ നന്നായി അറിയാം. കാരണം ഇത്രയും കാലം, 15 കൊല്ലക്കാലം അവിടുത്തെ ജനങ്ങളെ അടക്കി ഭരിച്ച്, അവരെ ഭയപ്പെടുത്തി, അവരെ ക്രൂരമായി കൊലപ്പെടുത്തി, അവരെ കൊള്ളയടിച്ച്, അവരിൽ നിന്നും പണം പിടുങ്ങി ജഹാംഗീർ ഖാനെ പോലെയുള്ള കൊടും ക്രിമിനലുകളെ കളത്തിലിറക്കി കളിച്ചയാളാണ് ഈ അഭിഷേക് ബാനർജി. സ്വാഭാവികമായും അഭിഷേക് ബാനർജിയുടെ യാത്ര ജയിലിലേക്ക്, ഇരുമ്പഴിക്കുള്ളിലേക്കാണ്. അത് തീഹാർ ജയിലാണോ ബംഗാളിലെ ഏതെങ്കിലും ജയിലാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അനവധി കേസുകളിൽ ഇയാൾ പ്രതിയാകാൻ പോകുന്നു. അതിന്റെ ആദ്യപടിയായി ഇയാൾക്കെതിരെ ഇപ്പോൾ ഒരു കേസെടുത്തു. അമിത്ഷായെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയുണ്ടായിരുന്നു. മെയ് 4-ന് ശേഷം ഓരോരുത്തരെയായി ഞങ്ങൾ പിടികൂടും, നിങ്ങൾ BJP വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞയാളാണ് ഇദ്ദേഹം. നിങ്ങളുടെ ഡൽഹിയിലെ പിതാക്കന്മാർ വന്ന് നിങ്ങളെ, അത് ഉപയോഗിച്ചത് വേറൊരു ഭാഷയാണ്, പിതാക്കന്മാർ വന്ന് നിങ്ങളെ രക്ഷിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ അഭിഷേക് ബാനർജി. തോറ്റ് തറ പറ്റിയതിന് ശേഷം ഇവരെ രണ്ടുപേരെയും കാണാനില്ല. ഇന്നിപ്പോൾ അവിടെ കേൾക്കുന്ന മുദ്രാവാക്യം, മമതാ ബാനർജിയും ഇയാളും രംഗത്തിറങ്ങിയാൽ കേൾക്കുന്നത് പിഷി ചോർ ഹൈപ്പോ ചോർ എന്ന മുദ്രാവാക്യമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും അഭിഷേക് ബാനർജിക്ക്. ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഒട്ടനവധി കേസുകൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ശിഷ്ടകാലം ജയിലിൽ, ഈ ജനങ്ങളോട് ചെയ്ത കൊടും ക്രൂരതയ്ക്ക് ശിഷ്ടകാലം ജയിലിൽ സുഖവാസം അനുഭവിക്കാനുള്ള എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ നേഷൻ ഫസ്റ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇതുവരെ പറഞ്ഞ മുഴുവൻ വാർത്തകളുടെയും ഫോളോ അപ്പുകളുമായും കൂടുതൽ ദേശീയ വാർത്തകളുമായും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് നേരിട്ട് വീണ്ടും കാണാം. അതോടൊപ്പം വൈകിട്ട് 6:30-ക്ക് ദേശീയ വാർത്തകളുടെ പൂർണ്ണ ചിത്രവുമായി നേഷൻ പ്ലസ് എന്ന പേരിൽ ഡൽഹിയിൽ നിന്ന് മറ്റൊരു സെഗ്മെന്റ് കൂടി ഉണ്ട്. അപ്പോൾ എല്ലാ ദേശീയ വാർത്തകളും ആ അരമണിക്കൂറിൽ നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. അപ്പോൾ മറക്കാതെ കാണുക. രാവിലെ നേഷൻ ഫസ്റ്റ് 8 മണിക്ക്, വൈകിട്ട് 6:30-ക്ക് നേഷൻ പ്ലസ്.